നോബൽ സമ്മാനം നേടിക്കൊണ്ട് മദർ തെരേസ നടത്തിയ ഹൃദയസ്പർശിയായ പ്രസംഗത്തിൽ അവരിങ്ങനെ പറഞ്ഞു: ഒരു സ്ത്രീയുടെ വാടക വീടിൻ്റെ മേൽക്കൂര വീട്ടുടമ പൊളിച്ചു കളഞ്ഞു. കാരണം അവർ വാടക കൊടുത്തിട്ടില്ല. വാടക വീടിൽ മേൽക്കൂരയില്ലാത്ത വാടക വീട്ടിൽ നനഞ്ഞൊട്ടി ചിറകില്ലാത്ത തൂവലുകളില്ലാത്ത ഏതോ ഒരു പാവം കിളിയെപ്പോലെ അവരങ്ങനെ നിൽക്കുമ്പോൾ മദർ തെരേസ കുടയുമായി ഓടിച്ചെന്ന് കുടയ്ക്കകത്ത് അവർക്ക് അഭയം നൽകി. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഈ വീട്ടുടമ മേൽക്കൂര പൊളിച്ചു മാറ്റിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, അത് നോർമലായൊരു കാര്യമാണ്. പക്ഷേ സങ്കടപ്പെടുത്തുന്ന കാര്യം, മേൽക്കൂര പൊളിച്ചു നീക്കിയപ്പോൾ ഈ മഴയത്ത് ഞാൻ ഇങ്ങനെ നനഞ്ഞൊട്ടി നിന്നപ്പോൾ കൂടെ നിൽക്കേണ്ട മകനും മരുമകളും കൂടെ നിന്നില്ല, അവർ ഒറ്റക്കാക്കി കളഞ്ഞു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഹോംലെസ്നെസ് വിതിൻ ഹോംസ്. വീടിനകത്ത് വീടില്ല. തിരുക്കുടുംബത്തിന് വീടില്ലായിരുന്നു. വീട്ടിൽ ഇടം കിട്ടിയില്ല. ഇവിടെ പല ആളുകൾക്കും ഇടം കിട്ടുന്നില്ല. ഭാര്യയും ഭർത്താവും വീടിൻ്റെ വെഞ്ചിരിപ്പ് ദിവസം ഉമ്മറത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, അങ്ങനെ അവസാനം നമുക്കൊരു വീടായി. അപ്പോൾ ഭാര്യ പറഞ്ഞു, പതുക്കെ പതുക്കെ ഈ വീടിനകത്ത് നമ്മളൊരു വീടുണ്ടാക്കും. ഈ വീടിനകത്ത് വീടില്ലാത്തതാണ് പല വീടുകളുടെയും പ്രശ്നം. കല്ലുകൊണ്ടുണ്ടാക്കിയ വീടൊക്കെ ഉണ്ട്, പക്ഷെ അകത്തൊരു ഹോം ഉണ്ടായിട്ടില്ല. കലാകാരനായ മകനോട് അപ്പൻ ചോദിക്കുന്നു, മോനെ, നമ്മുടെ പുതിയ വീടിന് എന്ത് പേരിടണം? അവൻ കലാകാരനാണല്ലോ, ഉത്തരം പറഞ്ഞു, കല്ലു വീടെന്ന് ഈ വീടിന് പേരിടണം. കല്ല് വീടോ? അവൻ പറയുന്നു, കല്ല് പപ്പയും കല്ല് മമ്മയും കല്ലായ ഞാനും. അപ്പോൾ പിന്നെ കല്ല് വീടല്ലാതെ വേറെ എന്ത് വിളിക്കും ഈ വീടിനെ? വീട് വിട്ടു പോയ ഒരു പെൺകുഞ്ഞിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. ആരോ അവളോട് ചോദിച്ചു, എൻ്റെ പൊന്നു മോളെ, പ്രശ്നങ്ങളുണ്ടായെന്ന് കരുതി വീട് വിട്ടു പോണോ? കുഞ്ഞുടൻ തന്നെ കൂളായിട്ട് മറുപടി പറഞ്ഞു, അതിനെയൊക്കെ ആരെങ്കിലും വീടെന്ന് വിളിക്കോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ഇങ്ങനെ പറയാൻ ഇടവരുമോ? ഇതിനെയൊക്കെ ആരെങ്കിലും വീടെന്ന് വിളിക്കുമോ? ഹോംലെസ്നെസ് വിതിൻ ഹോം. വീടിനകത്ത് വീടില്ലാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങളുടെ വീടിൻ്റെ പേരെന്താണ്? ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തുമ്പോൾ താനെ പിറവി സംഭവിക്കും. നല്ല യാത്ര നേരുന്നു. Joyful